ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഡലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ ചോറിനും കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറികളൊന്നും തന്നെ ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന 10 മിനിറ്റ് റെസിപ്പിയാണിത്. 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇത് തക്കാളിയും ചെറിയുള്ളിയും മാത്രം ഉണ്ടെങ്കിൽ മതി, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ കിള്ളി സാമ്പാർ, ഉള്ളി സാമ്പാർ എന്നൊക്കെ പറയുന്ന ഒരു തമിഴ്നാടൻ സ്റ്റൈലുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ കണ്ടോക്കൂ, ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഒരു വീഡിയോ കാണാം. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. ചേർക്കുന്നത് നമ്മൾ വറ്റൽമുളകാണ്. ഒരു 10 വറ്റൽമുളക് രണ്ടായി പൊട്ടിച്ചെടുത്തതാണിത്. അപ്പോൾ നമ്മൾ വറ്റൽമുളക് കുറച്ചധികം ചേർക്കണം. നമ്മൾ പിന്നെ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. വറ്റൽമുളകാണ് ഇതിൻ്റെ രുചി കൂട്ടുക. അപ്പോൾ നമ്മൾ വറ്റൽമുളക് കുറച്ചധികം ചേർക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇളക്കിയെടുക്കുമ്പോൾ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്യണം. രണ്ടായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതിയാവും. ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 4 വെളുത്തുള്ളി കൂടെ എടുത്ത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇഷ്ടമല്ലെങ്കിൽ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചെറിയുള്ളി വഴറ്റുമ്പോൾ ഒരുപാട് വഴറ്റിയെടുക്കണമെന്നില്ല. നമ്മൾക്കൊരു അളവിന് ഒരു ബ്രൗൺ കളറാവണം, അത് ഒരു ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചേർത്തെടുക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് സവാളയാണ്. മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സവാള അരിഞ്ഞ് ചേർക്കാൻ പോവാണ്. അത് ചേർത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയും അതുപോലെ തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വഴന്നിട്ടില്ല എങ്കിലും നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു തക്കാളിയാണ്. തക്കാളി അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്ത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ്. സവാളയും തക്കാളിയും ചെറിയുള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പൊടിയും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സാമ്പാർ പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്താ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരയ്ക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് സാമ്പാർ പൊടി ചേർക്കേണ്ട, 1-1.5 ടേബിൾ സ്പൂൺ, അത് അത്രയും മതിയാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിച്ച് ഒടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി പരിപ്പ് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മസാലപ്പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് ആഡ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ച് പുളി, വാഴമ്പുളിയാണ് നമ്മൾ കുറച്ച് പുളി സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു, അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇഡലിക്കാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ പുളിപ്പ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഡലി സാമ്പാറാണെങ്കിൽ
പിന്നെ നമ്മൾ ചോറിനാണ് കഴിക്കാൻ പോകുന്നതെങ്കിൽ കുറച്ച് പുളിപ്പ് കൂട്ടിക്കൊടുക്കാം. പിന്നെ നമ്മൾ ഇഡ്ഡലിക്കായിരുന്നു രാവിലെ, അതുകൊണ്ട് നമ്മൾ കുറച്ച് പുളിയെ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറച്ച് കട്ടിയുള്ള കറിയാണെങ്കിൽ അങ്ങനെയെങ്കിലും വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തോ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തിക്ക് ഫോമിലുള്ള കറിയാണെങ്കിൽ ഇത്രയും വെള്ളം മതിയാവും. അപ്പോൾ പിന്നെ പരിപ്പായത് കൊണ്ട് കുറച്ച് കുറുകി വരും, അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വർക്ക് കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു റെസിപ്പിയല്ലേ ഇത്. അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വളരെ ഈസിയാണ്, ബാച്ചിലേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. പിന്നെ രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലൊക്കെ നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ തൂവിയിട്ട് ഇറക്കിയാൽ മതിയാവും. അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിരുന്നു, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കൺക്ലൂഷനാണ്. അപ്പോൾ നമ്മുടെ കറി പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണ്. ഇഡലിക്കൊക്കെ നമ്മൾ ഇത് ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല കോംബോ ആണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഇതുപോലുള്ള കിടുക്കാച്ചി റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ലോട്ട്. ബൈ ആൻഡ് ടേക്ക് കെയർ.